നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർഷകർക്ക് വലിയ ആശ്വാസമായ ഒരു പ്രധാന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കേരള സർക്കാരിന്റെ ചെറുകിട നാമമാത്ര കർഷക പെൻഷൻ പദ്ധതി ഇപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. അതുപോലെ തന്നെ കർഷകർക്ക് കിട്ടുന്ന ചില പെൻഷൻ പദ്ധതികൾ, അതിനെക്കുറിച്ചെല്ലാമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി 6201 കർഷകരാണ് പെൻഷൻ വാങ്ങുന്നത്. എന്നാൽ ഇപ്പോൾ മന്ത്രിസഭാ യോഗം എടുത്ത പുതിയ തീരുമാനപ്രകാരം 10,115 കർഷകരെ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തും. അതായത് ഇനി കൂടുതൽ കർഷകർക്ക് പ്രതിമാസം സാമ്പത്തിക സഹായം ലഭിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാനമായി എല്ലാവർക്കും അറിയേണ്ടത് ഈ പദ്ധതിയിൽ എത്ര രൂപയാണ് ലഭിക്കുക എന്നതാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി ഓരോ കർഷകനും പ്രതിമാസം 2000 രൂപ വീതം പെൻഷൻ ലഭിക്കും. ഈ തുക നൽകുന്നതിനായി സർക്കാർ 24.276 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ സഹായം എല്ലാവർക്കും ലഭിക്കില്ല. 2021 ശേഷം 60 വയസ്സ് തികഞ്ഞ 10,115 കർഷകരെയാണ് പുതുതായി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ പദ്ധതിയുടെ യോഗ്യതകൾ എന്തെല്ലാം എന്ന് നോക്കാം. ഒന്നാമത്, അപേക്ഷിക്കുന്ന വ്യക്തിക്ക് 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരിക്കണം. രണ്ടാമത്, അവർക്കുള്ള കൃഷിഭൂമി 10 ഹെക്ടർ അഥവാ 5 ഏക്കറിൽ കൂടുതലാകരുത്. മൂന്നാമത്, കുറഞ്ഞത് 10 സെന്റിൽ സ്ഥലമെങ്കിലും കൃഷി ചെയ്യണം. നാലാമത്, കുറഞ്ഞത് 10 വർഷമായി കൃഷി മുഖ്യ ഉപജീവന മാർഗമായിരിക്കണം. അഞ്ചാമത്, വാർഷിക വരുമാനം 1.5 ലക്ഷം രൂപയിൽ കൂടുതലാവരുത്. ഇപ്പോൾ പലർക്കും സംശയമുണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. ഈ പദ്ധതിക്ക് അപേക്ഷിക്കേണ്ടത് കൃഷിഭവൻ വഴിയാണ്. അപേക്ഷകൾ പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും കൃഷി വകുപ്പും ചേർന്നാണ്. അപേക്ഷിക്കുമ്പോൾ ചില പ്രധാന രേഖകൾ സമർപ്പിക്കണം. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആധാർ കാർഡ്, ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ, വരുമാന സർട്ടിഫിക്കറ്റ് അത് വളരെ നിർബന്ധമാണ്. ബാങ്ക് പാസ്ബുക്ക്, സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖ, അംഗത്വ ഫീസ് 25 രൂപ. ഈ രേഖകൾ സമർപ്പിച്ചാൽ അപേക്ഷ പ്രോസസ് ചെയ്യും. അതിനാൽ 60 വയസ്സിന് മുകളിലുള്ള കർഷകർക്ക് ഈ യോഗ്യരാണെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. അതുപോലെ തന്നെയാണ് PM കിസാൻ പദ്ധതി. PM കിസാൻ 22ാമത് ഗഡു ഈ മാസം, അതായത് മാർച്ച് മാസം 13-ാം തീയതി വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്